ഇന്ന് നമ്മൾ ബുക്ക് ഓഫ് ലോഡിലൂടെ പ്രധാനമായും വന്നിരിക്കുന്നത് ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് മടങ്ങി വരാം. പുരുഷാവകാശ കമ്മീഷൻ ഇവിടെ നടപ്പിലാക്കണം. അത് ഒരുപാട് പുരുഷന്മാരുടെ ആത്മഹത്യയിൽ നിന്നും അവരെ കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു സഹായമായിരിക്കും. അപ്പൊ തന്നെ എന്തുമാത്രം കേസുകൾ നടക്കുന്നു, പുരുഷന്മാർ എത്രത്തോളം ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ള ഒരു കണക്കുണ്ടാവും. ആ കണക്കിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. രണ്ടെന്ന് പറഞ്ഞാൽ KSRTC ബസ്സിൽ പുരുഷന്മാർക്ക് സീറ്റ് സംവരണം അത്യാവശ്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് നിരന്തരം നമ്മൾ വാർത്ത കേൾക്കുകയാണ്. ഇത് ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ ഇരിക്കുമ്പോൾ അവരുടെ അടുത്ത് കയറി ഇരിക്കുന്ന പുരുഷന്മാരായിട്ടുള്ള ആണുങ്ങൾക്ക്, കുറച്ച് ആണുങ്ങൾക്ക് അതിന് ബുദ്ധിമുട്ടുണ്ട്. കാര്യം എന്നെ പോലുള്ളവർക്ക് പെൺകുട്ടികളുടെ അടുത്ത് പോയിരിക്കാൻ, കാരണം ഇവരെന്തെങ്കിലും നമ്മളെ വേറെ രീതിയിൽ നമ്മൾ എന്തെങ്കിലും പറയുമോ പ്രതികരിക്കുമോ എന്നുള്ളൊരു പേടി നമുക്കുണ്ടാവും. നിന്ന് സഞ്ചരിക്കുക ഒത്തിരി ബുദ്ധിമുട്ടാണ് ഇപ്പോഴും. അപ്പൊ ഇതിനൊക്കെയുള്ള പരിഹാരത്തിന് പുരുഷന്മാർക്കും ഒരു സംവരണം ആവശ്യമാണ്. അതുകൂടാതെ ഫാമിലി കോർട്ടിൽ പുരുഷന്മാർ നേരിടുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഫാമിലി കോർട്ടിൽ പോയി കഴിഞ്ഞാൽ അറിയാം, ആയിരക്കണക്കിന് പുരുഷന്മാർ കരഞ്ഞുകൊണ്ട് നിസ്സഹായരായിട്ട് അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളില്ലാതെ അവർ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. കോടതിയിൽ വക്കീലന്മാർ സ്ത്രീപക്ഷത്ത് മാത്രമേ നിൽക്കത്തുള്ളൂ ഭൂരിഭാഗവും. ചില കോടതികളിൽ മാത്രമാണ് ഇപ്പോൾ പുരുഷന്മാർക്കും അനുകൂലമായിട്ടുള്ള ജഡ്ജ്മെന്റുകൾ ഉണ്ടായിട്ടുള്ളത്. അത് നമ്മുടെ പ്രവർത്തനം കൊണ്ട് മാത്രമാണ്. മുൻകാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ എല്ലാ കേസുകളിലും പുരുഷന്മാർക്ക് പ്രതികൂലമായിട്ട് അവരെ ജയിലിലേക്ക് അടയ്ക്കുന്ന തരത്തിലുള്ള നടപടികളാണ് പോയിക്കൊണ്ടിരുന്നത്. അതിനൊരു മാറ്റം ഏറെക്കുറെ വന്നിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടും നടപടികൾ തുല്യ നീതിയായിട്ട് വരണം. അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ് നമ്മൾ. അത് മാത്രമല്ല, സ്ത്രീകളെ അടച്ച് കുറ്റം പറയുകയല്ല. തീർച്ചയായിട്ടും നല്ല സ്ത്രീകൾ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ മുൻനിരയിൽ സ്ത്രീകൾ നിൽക്കുന്നതിന്റെ കാരണം. സ്ത്രീ വിരോധിയല്ല ഈ സംഘടന. പക്ഷെ സ്ത്രീകൾ ചെയ്യുന്ന എല്ലാ തെറ്റുകളെയും ന്യായീകരിക്കാൻ വേണ്ടി തയ്യാറാകാൻ പാടില്ല. അവരെ തെറ്റുകളെ സമൂഹത്തിൽ തുല്യനീതിയോടുകൂടി അവർ തെറ്റ് ചെയ്താൽ അവരെ ശിക്ഷിക്കുവാനും അവർക്ക് മാതൃകാപരമായിട്ടുള്ള നടപടികൾ ഉണ്ടായാൽ നമ്മുടെ പെൺമക്കൾ ഇനി കുറ്റകൃത്യത്തിലേക്ക് പോകില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാൻ. ശ്രീ പ്രിയങ്ക അനൂപ് ഈ ഒരു ശിക്ഷ കിട്ടണം. അതേപോലെ തന്നെ പുരുഷന്മാർ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റിന് ശിക്ഷ കിട്ടണം. പക്ഷേ നിങ്ങൾക്ക് കിട്ടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനു വേണ്ടിയുള്ള ഒരു വേദിയാണ് ഇവർ ഒരുക്കി തന്നിരിക്കുന്നത്. അത് നിങ്ങൾ കൈവിടരുത്. നിങ്ങളെല്ലാവർക്കും, നിങ്ങൾ ജോലി ചെയ്യുന്ന ക്യാമറ ആണെങ്കിലും ഏത് തലത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അവർക്കൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ സംസാരിക്കാൻ നിങ്ങൾക്കൊരു വേദി ഇല്ല. ആ വേദിയാണ് ഇവർ തുറന്നു തരുന്നത്. ആ വേദി നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവിടെ അവതരിപ്പിക്കുക. ഒരു കാരണവശാലും പുറകോട്ട് പോകാതെ ദുഃഖിച്ചിരിക്കരുത്, വെള്ളടിച്ച് നശിപ്പിക്കരുത്. കാരണം നിങ്ങൾ നശിപ്പിക്കുമ്പോൾ പോകുന്നത് എന്റെയൊക്കെ കുടുംബമാണ്. ആ കുടുംബം തകർത്തു കഴിഞ്ഞാൽ എന്തുമാത്രം ഞങ്ങൾ വിഷമം അനുഭവിക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒരു കാരണവശാലും പുറകോട്ട് പോവാതെ മുന്നോട്ട് തന്നെ കയറി വരണം. മനസ്സിലായാലും അതൊന്നും ഇവരൊന്നും സ്ത്രീ വിരോധിയല്ല. പുരുഷാവകാശ കമ്മീഷൻ ഉണ്ട്. ഇന്ന് ട്രാൻസ്പോർട്ടിൽ ബസ്സിൽ ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ഇതിന് ശക്തമായ ഒരു മന്ത്രി നമ്മുടെ കൂടെ ഉണ്ട്. ഞങ്ങളുടെയൊക്കെ ഫീൽഡിൽ ഞങ്ങളുടെ ഗണേശ് ചേട്ടൻ. അദ്ദേഹം വിചാരിച്ചാൽ അതിനൊക്കെ ഒരു സൊല്യൂഷൻ. വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കാണുമല്ലോ. വീഡിയോയിൽ നമ്മൾ കണ്ടു പുരുഷന്മാർക്ക് വേണ്ടിയുള്ള അവകാശത്തിന് വേണ്ടി പോരാടുന്ന ഒരു സമരമാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്, അവിടെ അവർ പറയുന്നു സ്ത്രീകള് പുരുഷന്മാരുടെ മേലെ ആധിപത്യം സ്ഥാപിക്കുന്നതിനെ കുറിച്ചാണ്. കാരണം ലോ എപ്പോഴും എന്താണ്, സ്ത്രീകൾക്ക് സപ്പോർട്ടായ ലോയാണ് എന്ന് നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെയും നമുക്ക് എന്താണ്, നമ്മൾക്ക് പുരുഷന്മാർക്ക് പലപ്പോഴും എന്താണ്, അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. പല പുരുഷന്മാരെ എങ്ങനെ ഹണി ട്രാപ്പുകളിൽ പെടുത്തുക, അല്ലെങ്കിൽ വേണ്ടാത്തതൊക്കെ പറയുക. പല പുരുഷന്മാരും അങ്ങനെ മദ്യപാനികളും ആത്മഹത്യയിലേക്കും പോകുമ്പോൾ ഒരു പുരുഷ സംഘടനയുടെ ആവശ്യം വളരെ അത്യാവശ്യകരമായ ഒരു കാര്യമാണ്. നമ്മൾ എന്ത് ഫീൽഡിൽ ചെന്നെന്ന് പറഞ്ഞാലും സ്ത്രീകളുടെ ഒരു ആധിപത്യം, കാരണം സ്ത്രീകൾ ഇച്ചിരി ഉയർന്ന പൊസിഷനിലാണെങ്കിൽ താഴെയുള്ള പുരുഷന്മാരെ എന്ത് ചെയ്യാറുണ്ട്, ഒരു മേധാവിത്വമുണ്ട്. എല്ലാ സ്ത്രീകളുടെയും കാര്യമല്ല, ചില സ്ത്രീകളുടെ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. എല്ലാ സ്ത്രീകളും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയുള്ള സ്ത്രീകളുണ്ട്. അപ്പോ അങ്ങനെയുള്ളവരുടെ മുമ്പിൽ ഈ പുരുഷന്മാർക്കൊക്കെ നീതി കിട്ടണം. അത് വളരെ ആവശ്യകരമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ഈ തരുണത്തിൽ അത് പോയി കഴിഞ്ഞാൽ വലിയ പാടുള്ള കാര്യമാണ്. അതുകൊണ്ട് പുരുഷന്മാരുടെ എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കുവാൻ വേണ്ടി പോരാടുന്ന എല്ലാ പോരാളികൾക്കും എൻ്റെ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഈ പ്രാവശ്യത്തെ ബുക്ക് ഓഫ് ലോഡ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി.